ഹലോ ഹായ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ വ്ളോഗ്സ് ബൈ കിച്ചു. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കുന്നത് BPT അതായത് ഫിസിയോതെറാപ്പിയുടെ എത്ര ഇൻഡെക്സ് മാർക്ക് വരെ ഉള്ളവരെയാണ് ഓരോ കോളേജിലും എടുത്തേക്കുന്നതെന്ന് നോക്കാം. ഗവൺമെൻറ് കോളേജ്, CPASൻ്റെ അണ്ടറിൽ വരുന്ന SMEയുടെ കോളേജസ്, പിന്നെ സെൽഫ് ഫിനാൻസിങ് കോളേജസ്, ഇത്തരം കോളേജസിലായിട്ടാണ് ഫിസിയോതെറാപ്പിയുടെ കോഴ്സ് വരുന്നത്. ഈ വർഷം മുതൽ BPT കോഴ്സ് 5 ഇയർ ഡ്യൂറേഷൻ ആക്കിയ കാര്യം നിങ്ങളെല്ലാവരും അറിഞ്ഞു കാണുമല്ലോ. ഫസ്റ്റ് നമുക്ക് ഗവൺമെൻറ് കോളേജസ് നോക്കാം. ഗവൺമെൻറ് കോളേജസ് ആകെ വരുന്നത് ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് കോട്ടയത്താണ് ഫിസിയോതെറാപ്പിയുടെ കോഴ്സ് വരുന്നത്. വീഡിയോ പോസ് ചെയ്തിട്ട് നിങ്ങളിത് നോക്കുക. നിങ്ങളെല്ലാവരും നിങ്ങളുടെ കാറ്റഗറിയും ഇൻഡെക്സ് സ്കോറും അനുസരിച്ച് നിങ്ങൾ ഈ ഇൻഡെക്സ് സ്കോർ എല്ലാം ഒന്ന് ചെക്ക് ചെയ്യുക. ഒന്നുകൂടെ ഞാൻ ആ കോഴ്സിൻ്റെ നെയിം പറഞ്ഞുതരാം. SM സ്റ്റേറ്റ് മെറിറ്റ്, EW എക്കണോമിക്കലി വീക്ക് സെക്ഷൻ, EZ ഈഴവ, MU മുസ്ലിം, BH ബാക്ക്വേർഡ് ഹിന്ദു, LC ലാറ്റിൻ കത്തോലിക്, BX ബാക്ക്വേർഡ് ക്രിസ്ത്യൻ, KU കുടുംബി, DV ധീവര, VK വിശ്വകർമ്മ, KN കുസവൻ, SC ഷെഡ്യൂൾഡ് കാസ്റ്റ്, ST ഷെഡ്യൂൾഡ് ട്രൈബ്, MG മാനേജ്മെൻറ്റ് കോട്ട, MQ മൈനോറിറ്റി കോട്ട, NRI കോട്ട. ഒന്നുകൂടെ ഞാൻ പറഞ്ഞുതരാം നിങ്ങളുടെ ഇൻഡെക്സ് സ്കോർ വെച്ച് എങ്ങനെ നിങ്ങൾക്ക് ഗവൺമെൻറ് മെഡിക്കൽ കോളേജിൽ കിട്ടുമെന്ന്. നിങ്ങളിപ്പോൾ ഒരു ഈഴവ കാറ്റഗറിയിലുള്ള സ്റ്റുഡൻ്റ് ആണെന്ന് വിചാരിക്കുക. ഈ ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് കോട്ടയത്ത് ആ ഈഴവ കാറ്റഗറിയിലുള്ള കുട്ടിയുടെ ലാസ്റ്റ് ഇൻഡെക്സ് സ്കോർ എന്ന് പറയുന്നത് 299.2 ആണ്. അപ്പോൾ നിങ്ങളുടെ ഇൻഡെക്സ് സ്കോറും ഈ സെയിം ആണെങ്കിൽ നിങ്ങൾക്ക് ഈ കോളേജിൽ അഡ്മിഷൻ കിട്ടും. നിങ്ങളുടെ കാറ്റഗറി വെച്ചും നിങ്ങളുടെ ഇൻഡെക്സ് സ്കോറും വെച്ച് നോക്കുക ഈ കോളേജിൽ ലാസ്റ്റ് എത്ര ഇൻഡെക്സ് സ്കോർ വരെ ഉള്ളവരെയാണ് വിളിച്ചിരിക്കുന്നതെന്ന്. അപ്പോൾ നിങ്ങളുടെ കാറ്റഗറി വൈസ് ആയിട്ട് നിങ്ങൾ അങ്ങനെ നോക്കുക. നെക്സ്റ്റ് CPASലെ SMEയുടെ കോളേജസ് ആണ് നോക്കുന്നത്. ആകെ 2 കോളേജസ് ആണ് വരുന്നത്. ഒന്ന് കോട്ടയം ഗാന്ധിനഗറും പിന്നെ ഒരെണ്ണം എറണാകുളം അങ്കമാലിയിലും. ഈ 2 കോളേജസിലാണ് ഫിസിയോതെറാപ്പിയുടെ കോഴ്സ് വരുന്നത്. നമുക്കറിയാം 50% LBSും 50% CPASനാണ് അഡ്മിഷൻ നടക്കുന്നത്. നമുക്കറിയാം. നേരത്തെ നോക്കിയ പോലെ തന്നെ നിങ്ങളുടെ കാറ്റഗറിയും നിങ്ങളുടെ ഇൻഡെക്സ് സ്കോറും വെച്ച് ഈ കോളേജിൽ നിങ്ങൾ കിട്ടുമോ നോക്കുക. അടുത്തത് ലാസ്റ്റായിട്ട് സെൽഫ് ഫിനാൻസിങ് കോളേജാണ് നോക്കുന്നത്. നേരത്തെ നമ്മൾ നോക്കിയ പോലെ തന്നെ നിങ്ങളുടെ കാറ്റഗറിയും ഇൻഡെക്സ് സ്കോറും വെച്ച് നോക്കുക. 26 കോളേജസ് ആണ് വരുന്നത്. നിങ്ങളെല്ലാവരും കറക്റ്റായിട്ട് നിങ്ങളുടെ ഇൻഡെക്സ് സ്കോറും കാറ്റഗറിയും വെച്ച് നിങ്ങൾക്ക് ആ കോളേജിൽ അഡ്മിഷൻ കിട്ടുമെന്ന് നോക്കുക. ഗൈസ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. അടുത്തത് MLTയുടെ വീഡിയോ ഇതുപോലെ തന്നെ ഞാൻ ചെയ്യുന്നതായിരിക്കും. എത്ര ഇൻഡെക്സ് മാർക്ക് വരെ ഉള്ളവർക്കാണ് കിട്ടിയിരിക്കുന്നത് നമുക്ക് അടുത്ത വീഡിയോയിൽ നോക്കാം. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ്. ഞാൻ ഇതിനുള്ള റിപ്ലൈ തന്നോളാം. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെൽ ബട്ടണും കൂടെ എനേബിൾ ചെയ്യാൻ മറക്കല്ലേ. എന്നാലേ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. അടുത്ത അപ്ഡേറ്റ്സുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ഇറ്റ്സ് മീ വ്ളോഗ്സ് ബൈ കിച്ചു. ഓക്കെ, ബൈ.